നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്പർ സീക്വൻസ് എഴുതാൻ പഠിച്ചു. പിന്നെ സീക്വൻസിന്റെ ഓൾജിബ്രയും എഴുതാൻ പഠിച്ചു. ഓൾജിബ്ര ഓഫ് സീക്വൻസസ് എന്നുള്ള സെക്ഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇവിടെ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഫിഗേഴ്സ് മാച്ച് സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് ട്രയാങ്കിൾ ഫോം ചെയ്യുന്ന ഫിഗേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കുക. എത്ര മാച്ച് സ്റ്റിക്സ് ആണ് ട്രയാങ്കിൾ ഫോം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? 3 മാച്ച് സ്റ്റിക്സ്. 3 മാച്ച് സ്റ്റിക്സ് ആണ് ഫസ്റ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് എത്ര ട്രയാങ്കിൾസ് ആണ്? 2 ട്രയാങ്കിൾസ് ഫോം ചെയ്ത പിക്ചറാണ്. 2 ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ ഈ 3 മാച്ച് സ്റ്റിക്സിന്റെ കൂടെ വേറെ 2 മാച്ച് സ്റ്റിക്സും കൂടി വെച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ട്രയാങ്കിൾസ് കിട്ടി. അപ്പോൾ എത്ര മാച്ച് സ്റ്റിക്സ് ആയി? 3 + 2 5. അപ്പൊ ആദ്യത്തേല് 3, പിന്നത്തേല് 5. നെക്സ്റ്റ് പിക്ചർ നോക്കുക. നെക്സ്റ്റ് പിക്ചറില് 3 ട്രയാങ്കിൾസ് ഉണ്ട്. ആ 3 ട്രയാങ്കിൾസിന് എത്ര മാച്ച് സ്റ്റിക്സ് ഉപയോഗിച്ചു? ആദ്യത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 3 ഉപയോഗിച്ചു. അതിന്റെ കൂടെ 2 മാച്ച് സ്റ്റിക്സും കൂടി വെച്ചപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടി. അതിന്റെ കൂടെ വേറെ 2 കൂടി വെച്ചപ്പോൾ നമുക്ക് 3 ട്രയാങ്കിൾസ് കിട്ടി. അപ്പോൾ അവിടെ 3 + 2 5 + 2 7 മാച്ച് സ്റ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് 3 ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ പറ്റും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി മാച്ച് സ്റ്റിക്സ് ആർ നീഡഡ് ടു മേക്ക് 4 ട്രയാങ്കിൾസ്? 4 ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ വേണ്ടി എത്ര മാച്ച് സ്റ്റിക്സ് ഉപയോഗിക്കണം? ട്രയാങ്കിളിന്റെ എണ്ണം ഓരോന്ന് കൂട്ടണമെങ്കിൽ നമുക്ക് എത്ര മാച്ച് സ്റ്റിക്സ് ആഡ് ചെയ്യണം? ഓരോ ട്രയാങ്കിൾ ഉണ്ടാക്കാനും 2 മാച്ച് സ്റ്റിക്സ് വീതം ആഡ് ചെയ്യണം. 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കാനായിട്ട് 7 മാച്ച് സ്റ്റിക്സ് ഉപയോഗിച്ചു. അപ്പൊ 4 ട്രയാങ്കിൾസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു 2 മാച്ച് സ്റ്റിക്സും കൂടി ഇവിടെ ഇങ്ങനെ വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 4 ട്രയാങ്കിൾസ് കിട്ടും. അപ്പൊ 4 ട്രയാങ്കിൾസ് ഉണ്ടാക്കാനായിട്ട് എത്ര മാച്ച് സ്റ്റിക്സ് വേണം? 9 മാച്ച് സ്റ്റിക്സ് വേണം. ട്രയാങ്കിളിന്റെ എണ്ണം ഓരോന്ന് കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മാച്ച് സ്റ്റിക്സ് 2 വീതം കൂട്ടണം. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന പിക്ചേഴ്സ് വെച്ച് നമുക്കൊരു നമ്പർ സീക്വൻസ് കിട്ടി. ഏതാണ് നമ്പർ സീക്വൻസ്? 3 ആദ്യത്തെ നമ്പർ, നെക്സ്റ്റ് 5, നെക്സ്റ്റ് 7, നെക്സ്റ്റ് 9. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ 3 മാച്ച് സ്റ്റിക്സ് വേണം. 2 ട്രയാങ്കിൾസ് ഉണ്ടാക്കണമെങ്കിൽ 5 മാച്ച് സ്റ്റിക്സ്. 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കണമെങ്കിൽ 7 മാച്ച് സ്റ്റിക്സ്. 4 ട്രയാങ്കിൾസ് ഫോം ചെയ്യണമെങ്കിൽ 9 മാച്ച് സ്റ്റിക്സ് എക്സെട്ര. അപ്പൊ നമുക്ക് നമ്പർ സീക്വൻസ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് നീഡ് ടു മേക്ക് n ട്രയാങ്കിൾസ്. അങ്ങനെയാണെങ്കിൽ n ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ വേണ്ടി എത്ര മാച്ച് സ്റ്റിക്സ് ആവശ്യം വരും? ഈ ക്വസ്റ്റ്യൻ തന്നെ ഇതുപോലെയും ചോദിക്കാം. എന്ത്? നമ്പർ സീക്വൻസിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതുക. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? nth ടേം എഴുതും. ഈ നമ്പർ സീക്വൻസിന്റെ nth ടേം എഴുതാന്നുള്ളതാണ് ഈ 2 ക്വസ്റ്റ്യന്റെയും ആൻസർ. nth ടേം എഴുതാന്ന് പറഞ്ഞാൽ n ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ ആവശ്യമായ മാച്ച് സ്റ്റിക്സിന്റെ എണ്ണം എഴുതണം. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് 3 മാച്ച് സ്റ്റിക്സ് വേണം. 2 ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ 5 മാച്ച് സ്റ്റിക്സ് വേണം. അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ആദ്യത്തെ ട്രയാങ്കിളിലെ 3 മാച്ച് സ്റ്റിക്സ് പ്ലസ് 2 മാച്ച് സ്റ്റിക്സ് കൂടി ആഡ് ചെയ്തു. 2 ട്രയാങ്കിൾസ് കിട്ടണമെങ്കിൽ 3 + 1 ടൈം 2 ആഡ് ചെയ്തു. 3 ട്രയാങ്കിൾസ് കിട്ടണമെങ്കിൽ 3 + 2 + 2 മാച്ച് സ്റ്റിക്സ് വേണം. അതായത് ഫസ്റ്റ് ട്രയാങ്കിൾ 3യുടെ കൂടെ 2 ടൈംസ് 2 ആഡ് ചെയ്തു. അപ്പൊ 2 × 2. നെക്സ്റ്റ് 4 ട്രയാങ്കിൾസ് കിട്ടണമെങ്കിൽ 9 മാച്ച് സ്റ്റിക്സ് ആവശ്യമുണ്ട്. 3യുടെ കൂടെ എത്ര 2s ആഡ് ചെയ്തു? 3 2s ആഡ് ചെയ്തു. 3 + 3 × 2. ഇവിടെ 2 ട്രയാങ്കിൾസ് ആണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മള് 3യുടെ കൂടെ 1 2 ആഡ് ചെയ്തു. അതായത് ട്രയാങ്കിൾസിന്റെ എണ്ണത്തിനേക്കാളും 1 കുറവായിട്ട് 2 ആഡ് ചെയ്തു. ഇവിടെ 3 ട്രയാങ്കിൾസ് ആണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മള് 2 ടൈംസ് ആഡ് ചെയ്തു. അതായത് ട്രയാങ്കിളിന്റെ എണ്ണം കിട്ടുന്നത് 3. 3 - 1 2 × 2. നെക്സ്റ്റ് 4 ട്രയാങ്കിൾസ് കിട്ടണമെങ്കിൽ
3 പ്ലസ് 4 മൈനസ് 1 3 ഇൻറ്റു 2. 5 ട്രയാങ്കിൾസ് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 പ്ലസ് 5 മൈനസ് 1 4 ഇൻറ്റു 2. അത്രയും മാജിസ്റ്റിക്സ് വേണം നമുക്ക്. അതായത് 3 പ്ലസ് 4 ഇൻറ്റു 2 8, 3 പ്ലസ് 8 11. അതായത് 11 മാജിസ്റ്റിക്സ് വേണം. 10 ട്രയാങ്കിൾസ് ഫോം ചെയ്യണമെങ്കിൽ എത്ര മാജിസ്റ്റിക്സ് വേണമെന്ന് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ട്രയാങ്കിളിന് 3 പ്ലസ് 10 ട്രയാങ്കിൾസ് ആണ്, അതിൽ നിന്ന് 1 കുറച്ചു, അപ്പോൾ 10 മൈനസ് 1 9 ഇൻറ്റു 2 മാജിസ്റ്റിക്സ്. അതായത് 3 പ്ലസ് 9 ഇൻറ്റു 2 18, 21 മാജിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് 10 ട്രയാങ്കിൾസ് ഫോം ചെയ്യാം. അടുത്തത് 100 ട്രയാങ്കിൾസ് ആണ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര മാജിസ്റ്റിക്സ് വേണം? ആദ്യം 3 ഫസ്റ്റ് ട്രയാങ്കിൾ പ്ലസ് 100 ട്രയാങ്കിൾസ് ആണ് വേണ്ടത്. അപ്പോൾ 100 മൈനസ് 1 99 ഇൻറ്റു 2 മാജിസ്റ്റിക്സ് കൂടി വേണം. അതായത് ഓരോ ട്രയാങ്കിളും കൂടുന്നതനുസരിച്ച് പ്ലസ് ടു ആഡ് ചെയ്യാം. ഫസ്റ്റ് ട്രയാങ്കിളിന് മാത്രം 3 മാജിസ്റ്റിക്സ്, ബാക്കി എല്ലാ ട്രയാങ്കിൾസിനും 2 മാജിസ്റ്റിക്സ് വീതം ആവശ്യമുണ്ട്. അപ്പൊ 3 പ്ലസ് 99 ഇൻറ്റു 2 198 ആഡ് ചെയ്യുമ്പോൾ 201. 100 ട്രയാങ്കിൾസ് ഫോം ചെയ്യണമെങ്കിൽ 201 മാജിസ്റ്റിക്സ് വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ ഓഫ് മാജിസ്റ്റിക്സ് നീഡ് ടു മേക്ക് n ട്രയാങ്കിൾസ്. n ട്രയാങ്കിൾസ് ഫോം ചെയ്യണമെങ്കിൽ എത്ര മാജിസ്റ്റിക്സ് വേണം? അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും നമ്മള്? n ട്രയാങ്കിൾസ് ആണെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിളിന് 3 പ്ലസ് അടുത്ത ട്രയാങ്കിൾസ് n ഒരു ട്രയാങ്കിൾ പോയാൽ അടുത്തത് 3 പ്ലസ് ഇവിടെ 100 എന്ത് ചെയ്തു? 100 മൈനസ് 1 99. അതുപോലെ n ട്രയാങ്കിൾസ് ആണെങ്കിൽ n മൈനസ് 1 ഇൻറ്റു 2. അപ്പൊ n ട്രയാങ്കിൾസ് ഫോം ചെയ്യണമെങ്കിൽ ഇത്രയും മാജിസ്റ്റിക്സ് വേണം. ഇനി അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 3 പ്ലസ് n ഇൻറ്റു 2 2n മൈനസ് 1 ഇൻറ്റു 2 2. ആദ്യം n ഉള്ള നമ്പർ ആദ്യം എഴുതുമ്പോൾ 2n 3 മൈനസ് 2 പ്ലസ് 1. അപ്പൊ 2n പ്ലസ് 1 മാജിസ്റ്റിക്സ് വേണം n ട്രയാങ്കിൾസ് ഫോം ചെയ്യണമെങ്കിൽ. അത് തന്നെയാണ് എന്ത്? ഈ നമ്പർ സീക്വൻസിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്ത്? ഈ നമ്പർ സീക്വൻസിന്റെ nth ടേം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ശരിയാണോ എന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ nth ടേമില് n1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടണം, n2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സെക്കൻഡ് ടേം, അങ്ങനെ കിട്ടിയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 2n പ്ലസ് 1 ആണ്. അതായത് nth ടേം xn ഈക്വൽ ടു 2n പ്ലസ് 1 ആണ് കിട്ടിയത്. അപ്പോൾ ഈ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ശരിയാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? n-നെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ടേം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് നോക്കി നോക്കാം. അതായത് x1 ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് 1, 2 ഇൻറ്റു 1 2 പ്ലസ് 1 ഈക്വൽ ടു 3. അതായത് x1 3 കിട്ടി. ശരിയാണ്. അടുത്തൊരു ടേം കൂടി നോക്കാം. n ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. അപ്പൊ x2 ഈക്വൽ ടു n ഇൻറ്റു 2 ഇൻറ്റു 2 പ്ലസ് 1 4 പ്ലസ് 1 5. നമുക്ക് സെക്കൻഡ് ടേം കിട്ടി. അപ്പൊ നമ്മുടെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 15-ലെ ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ദ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. അതാണ് ക്വസ്റ്റ്യൻ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അതായത് തന്നിരിക്കുന്ന എല്ലാ സീക്വൻസിന്റെയും ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതണം. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാന്ന് പറഞ്ഞാൽ എന്താ? nth ടേം എഴുതാം. അപ്പൊ ആദ്യം നമുക്ക് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാം. ഫസ്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് 1, നെക്സ്റ്റ് 3, 5, 7, 9 എക്സെട്ര. ഇതിന് നമുക്ക് nth ടേം എഴുതണം, അതായത് xn എഴുതണം. അപ്പൊ നമ്മൾ എന്ത് വേണം? പൊസിഷനും ടേംസും തമ്മിലുള്ള
റിലേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് പൊസിഷൻ 1, ടേം 1, സെക്കൻഡ് പൊസിഷനില് ടേം 3, തേർഡ് പൊസിഷനില് ടേം 5, ഫോർത്ത് പൊസിഷനില് ടേം 7. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാന്ന് പറഞ്ഞാൽ nth ടേം എഴുതണം, അതായത് xn എഴുതണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വേണം? ഈ പൊസിഷനും ടേമും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ 1, ഇവിടെയും 1, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. അപ്പൊ 2നെ എന്ത് ചെയ്യുമ്പോഴാണ് 3 കിട്ടുക? 3നെ എന്ത് ചെയ്യുമ്പോഴാണ് 5 കിട്ടുക? ഇവിടെ നോക്കിയപ്പോ 2ന്റെ ഡബിൾ അല്ല, പക്ഷെ ഡബിളിനേക്കാളും 1 കുറവാണ്. ഇവിടെ 3യുടെ ഡബിളിനേക്കാളും 1 കുറവാണ്. 4ന്റെ ഡബിളിനേക്കാളും 1 കുറവാണ്. നോക്കിയേ, 2 × 2 - 1. അപ്പൊ 3 കിട്ടും നമുക്ക്. നെക്സ്റ്റ് പൊസിഷൻ 3 × 2 - 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 × 2 6 - 1 5 കിട്ടി. 2 × 2 - 1 3 കിട്ടി. അടുത്ത പൊസിഷൻ 4 ആണ്. 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടി. അതായത് പൊസിഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് -1 ചെയ്താൽ നമുക്ക് ടേംസ് കിട്ടും. ഫസ്റ്റ് പൊസിഷനിലുള്ള ടേം കൂടി നോക്കാം. അതായത് 1 × 2 - 1, 2 - 1 1. അപ്പൊ എന്താ റിലേഷൻ? പൊസിഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 മൈനസ് ചെയ്താൽ നമുക്ക് ടേംസ് കിട്ടും. അപ്പൊ നമ്മള് xn എങ്ങനെ എഴുതും? നമ്മള് ഈ 1 2 3 4 എന്ന് പറയുന്നത് പൊസിഷൻ ആണ്. അപ്പൊ xn എന്ന് പറയുന്നത് nth ടേം ആണ്. അപ്പൊ n ഇൻറ്റു ഈ പൊസിഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു. അപ്പൊ n × 2, എന്നിട്ട് എന്ത് ചെയ്തേക്കുന്നു? 1 മൈനസ് ചെയ്തേക്കുന്നു, -1. അപ്പൊ xn നമുക്ക് കിട്ടി n × 2 - 1. n × 2 അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ആദ്യം കോൺസ്റ്റന്റ് എഴുതണം, അതായത് ആദ്യം നമ്പർ എഴുതണം. n × 2നെ 2n - 1. അപ്പൊ xn = 2n - 1. അതായത് nth ടേം ആണ് 2n - 1. അത് തന്നെയാണ് എന്ത്? ഈ നമ്പർ സീക്വൻസിന്റെ ഓൾജിബ്ര. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാം. ക്വസ്റ്റ്യൻ എന്താണ്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് which leave remainder 1 on division by 3. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് എഴുതണം. ഇതിനു മുന്നേ നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. അതിന് എന്ത് വേണം? ആദ്യം 3യുടെ മൾട്ടിപ്പിൾസ് എഴുതണം. 3യുടെ മൾട്ടിപ്പിൾസിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. ആദ്യം 3യുടെ മൾട്ടിപ്പിൾസ് എഴുതും. 3യുടെ മൾട്ടിപ്പിൾസ് 1 × 3 3, 3 × 2 6, 3 × 3 9, 3 × 4 12, 3 × 5 15 etc. 3യുടെ മൾട്ടിപ്പിൾസ് മാത്രം എഴുതിയാൽ പോരാ, അതിനു മുൻപ് ഒരു 0 കൂടി എഴുതണം. അപ്പൊ 0 3 6 9 12 15 etc. അതായത് ഈ നമ്പേഴ്സിനെയൊക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. നമുക്ക് ആവശ്യം റിമൈൻഡർ 1 ഉള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ എല്ലാ നമ്പേഴ്സിന്റെയും കൂടി 1 ആഡ് ചെയ്താൽ നമുക്ക് ഈ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും. 0 + 1 1, 3 + 1 4, 6 + 1 7, 9 + 1 10, 12 + 1 13, 15 + 1 16 etc. ഈ സീക്വൻസിലുള്ള നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും. ഇനി നമുക്ക് എന്ത് വേണം? ഈ സീക്വൻസിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതണം, അതായത് nth ടേം എഴുതണം. ആദ്യം എന്ത് വേണം? ഈ പൊസിഷനും ടേമും തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് നോക്കണം. അപ്പൊ നമ്മളിവിടെ പൊസിഷനും ടേമും എഴുതി. ഫസ്റ്റ് പൊസിഷനിലെ ടേം 1, സെക്കൻഡ് പൊസിഷനിലെ 4, തേർഡ് 7 അങ്ങനെ. ഇനി പൊസിഷനും ടേമും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2 4, അപ്പൊ നമുക്ക് തോന്നി 2 × 2 ആയിട്ട് 4 ആയിരിക്കും. അപ്പൊ ആ 2 × 2 4 ആണെന്ന് തോന്നി. പക്ഷെ ഇവിടെ 1 × 2 ചെയ്യുമ്പോൾ 2 കിട്ടുന്നില്ല. അപ്പൊ അത് പറ്റില്ല. അപ്പൊ ഏതായിരിക്കും റിലേഷൻ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1 × 3 3 ആണ്. പക്ഷെ ഇവിടെ കിടക്കുന്നത് 1 ആണ്. അപ്പൊ ഈ 3ന്ന് 2 മൈനസ് ചെയ്താൽ 1 കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെയാണോ നോക്കാം. അതായത് പൊസിഷൻ 1 ×
3 പൊസിഷൻ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് -2 ചെയ്തു. 1 × 3 3 - 2 ആയപ്പോൾ നമുക്ക് 1 കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേമിന് നമുക്ക് കിട്ടി. ബാക്കി എല്ലാ ടേംസിലും ഇതുപോലെ കിട്ടുന്നുണ്ടോ നോക്കാം. സെക്കൻഡ് പൊസിഷനിലുള്ള നമ്പർ നമുക്ക് 4 കിട്ടുന്നുണ്ടോ നോക്കണം. എന്താ ചെയ്തത്? പൊസിഷൻ 2 ആണ്. 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, -2 ചെയ്തു. 3 × 2 6 - 2 ചെയ്തപ്പോൾ 4 കിട്ടി. അപ്പൊ സെക്കൻഡ് ടേമും ശരിയായി. അടുത്തത് തേർഡ് പൊസിഷൻ. തേർഡ് പൊസിഷനില് 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, -2 ചെയ്തു, അപ്പോൾ 7 കിട്ടി. ഫോർത്ത് കൂടി നോക്കി നോക്കാം. ഫോർത്ത് പൊസിഷനില് 4 × 3 12 -2 10 കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? റിലേഷൻ ശരിയാണ്. എന്താ റിലേഷൻ? ഓരോ പൊസിഷനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് 2 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാ ടേംസും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് nth ടേം എങ്ങനെ എഴുതാം? xn. xn = xn എന്ത് വേണം? പൊസിഷൻ എത്രയാ? n. ഇവിടെ പൊസിഷൻ n. n എന്താ ചെയ്യേണ്ടത്? എല്ലാ പൊസിഷൻസിനും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. n × 3 മൈനസ് എന്ത് ചെയ്തു? 2 സബ്ട്രാക്ട് ചെയ്തു, -2 ഈക്വൽ ടു n × 3 എങ്ങനെ എഴുതും? 3n - 2. അപ്പൊ xn = 3n - 2 എന്നുള്ള ടേം കിട്ടി നമുക്ക്. xn = 3n - 2 ഈ നമ്പർ സീക്വൻസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. അതായത് 1ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് എഴുതി നോക്കാം. 1ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് നമ്പർ 1, അടുത്ത നമ്പർ 11, നെക്സ്റ്റ് നമ്പർ 21, നെക്സ്റ്റ് 31 എക്സെട്ര. അപ്പൊ ഇതാണ് സീക്വൻസ്. ഇനി ഈ സീക്വൻസിലെ പൊസിഷനും ടേമും തമ്മിലുള്ള റിലേഷൻ നോക്കിയിട്ട് നമുക്ക് ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാം. അപ്പൊ നമുക്ക് നോക്കാം പൊസിഷനും ടേമും തമ്മിലുള്ള റിലേഷൻ എന്താണ്. ഈ സീക്വൻസിന്റെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. നോക്കാം. ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 1ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. ഇവിടെയും 10 ആണ്. അതായത് ഓരോ ടേമിന്റെയും കൂടെ 10 ആഡ് ചെയ്യുമ്പോഴാണ് അടുത്ത നമ്പേഴ്സ് കിട്ടുന്നത്. അങ്ങനെയുള്ള സീക്വൻസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. അതായത് ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലായത് 10 ആണ് ഡിഫറൻസ് എല്ലാത്തിനും. അപ്പൊ നമുക്ക് ഈ റിലേഷൻ എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ 10 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ആൾജിബ്രായിക് എക്സ്പ്രഷൻ വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് പൊസിഷൻ 1നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 × 10 10. ഇനി എന്ത് മൈനസ് ചെയ്താലാണ് 1 കിട്ടുക? 9 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. എല്ലാ ടേംസും തമ്മിലുള്ള ഡിഫറൻസ് 10 ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റിയത്. അടുത്ത ടേം നോക്കുക. അടുത്ത പൊസിഷൻ 2 × 10 20 - 9 = 11. അപ്പൊ ഈസിയാണ് കുറച്ചുകൂടെ എഴുതാൻ. എങ്ങനെയുള്ള സീക്വൻസ് ആണെങ്കിൽ ആണ് ഇങ്ങനെ എഴുതാൻ പറ്റുക. ഡിഫറൻസ് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. നെക്സ്റ്റ് നോക്കുക 3. നെക്സ്റ്റ് പൊസിഷൻ 3 × 10 30 - 9 കിട്ടി 21. അപ്പൊ നമുക്ക് ഇനി nth ടേം എഴുതാലോ. xn എഴുതണമെങ്കിൽ ഇതൊക്കെ പൊസിഷൻസ് ആണ്. xn n × 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, -9 ചെയ്തു. അപ്പൊ xn എന്ന് പറയുന്നത് n × 10 - 9 ആണ്. ഇതിനെങ്ങനെ എഴുതും? xn = 10n - 9. അപ്പൊ ഇതാണ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ. ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആയിട്ട് വരുന്ന നമ്പർ സീക്വൻസ് ആണെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടും. അതായത് ഡിഫറൻസുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. 1ലോ 6ലോ അവസാനിക്കുന്ന നമ്പേഴ്സ് ഇതിന് മുന്നേ എഴുതിയിട്ടുണ്ട്.
എഴുതാം. 1 അവസാനിക്കുന്ന നമ്പർ 1, അടുത്തത് 6 അവസാനിക്കുന്ന നമ്പർ 6, അടുത്ത നമ്പർ 11, നെക്സ്റ്റ് നമ്പർ 16 എക്സെട്ര. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കാം. ഇത് തമ്മിലുള്ള ഡിഫറൻസുകൾ ഒന്ന് എഴുതി നോക്കാം. ഡിഫറൻസ് എത്രയാ? ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5. അപ്പോ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് nth ടേം ഈസി ആയിട്ട് എഴുതാൻ പറ്റും. nth ടേം എങ്ങനെ എഴുതാം? ഇവിടെ 5 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. പൊസിഷൻ 1, 1 ഇൻറ്റു 5, 5. 5 ന്ന് എത്ര മൈനസ് ചെയ്താൽ ഫസ്റ്റ് ടേം 1 കിട്ടും? 4 മൈനസ് ചെയ്താൽ കിട്ടും, ഈക്വൽ ടു 1. ഇനി അടുത്ത ടേംസിന് ഇത് ശരിയാണോ നോക്കാം നമുക്ക്. സെക്കൻഡ് പൊസിഷനിൽ 2 ഇൻറ്റു 5 മൈനസ് 4, 2 ഇൻറ്റു 5 10 മൈനസ് 4 6. അപ്പൊ നമുക്ക് അടുത്ത ടേം കിട്ടി. ശരിയാണ്. ഒരു ടേം കൂടി നോക്കാം നമുക്ക്. തേർഡ് പൊസിഷൻ 3, അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 4 സബ്ട്രാക്ട് ചെയ്തു. 3 ഇൻറ്റു 5 15 മൈനസ് 4 11. അപ്പൊ നമ്മൾ എഴുതിയ റിലേഷൻ ശരിയാണ്. ഇനി നമുക്ക് nth ടേം എഴുതാം. xn ഈക്വൽ ടു, ആദ്യം ഇവിടെ എന്താ എഴുതിയത്? n ഇൻറ്റു എന്താ ചെയ്തത്? പൊസിഷന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇൻറ്റു 5 മൈനസ് 4 ഈക്വൽ ടു n ഇൻറ്റു 5 5n മൈനസ് 4. അപ്പൊ xn ഈക്വൽ ടു 5n മൈനസ് 4. അപ്പൊ ഈസി ആയിട്ട് എഴുതാൻ പറ്റില്ലേ? എങ്ങനെയുള്ള സീക്വൻസിനാണ് ഇങ്ങനെ പെട്ടെന്ന് എഴുതാൻ പറ്റുക? ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എല്ലാത്തിനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. ഈ ടെക്സ്റ്റ് ബുക്കിൽ കുറെ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അടുത്ത ദിവസം ചെയ്യും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.